വാഴ നനയുമ്പോൾ ചീര നനയാന്നോ അങ്ങനെ എന്തോ ഒരു ചൊല്ലുണ്ടല്ലോ. അതുപോലെ ഞാൻ എൻ്റെ ചെടിയൊക്കെ കുച്ചിൻ്റെ ഇടയിൽ കൂടെ വാപ്പാൻ്റെ വകയിട്ട് വാപ്പ കവുങ്ങൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇപ്പോൾ വിചാരിച്ചു ഇതിങ്ങനെ ഇതെന്നോ എപ്പോഴും എവിടുന്നോ കൊണ്ടുവന്ന് കുഴിച്ചിട്ടേനു. പക്ഷേ ഇതിങ്ങനെ ഉണ്ടായി വന്നതിൽ കുരുമുളക് ഉണ്ടാവുമെന്നൊന്നും വിചാരിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ ദാ നന്നായിട്ട് കുരുമുളകൊക്കെ ഉണ്ടായ സമയത്ത് ഈ മരത്തിൽ ഓവറായിട്ട് ബ്രാഞ്ചസൊക്കെ വന്നപ്പോൾ അത് കട്ട് ചെയ്ത് പോയപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതും നശിച്ച് പോയിന് കേട്ടോ. പക്ഷെ എന്നാലും ഞാൻ കുത്തി കൊടുത്തപ്പോൾ ഇപ്പോൾ വീണ്ടും ഉണ്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഫ്യൂച്ചറിൽ എനിക്കിങ്ങനെ ഈ കവുങ്ങിനൊക്കെ ഇങ്ങനെ കുരുമുളക് പടർത്തിയതാ ഇതേപോലെ ആക്കിയെടുക്കാനാണ് കേട്ടോ എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിന്ന് കട്ടിങ്സൊക്കെ എടുത്തിട്ട് ഞാൻ ഈ കവുങ്ങിൻ്റെ ചുവട്ടിലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കെന്തായാലും ഈ പറയുന്ന പോലെ ഒന്ന് സെറ്റപ്പാക്കി എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്കും ഇതുപോലെ കുരുമുളകിൻ്റെ ഇതൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ കാണിച്ചെന്ന പോലെ ആ കുഞ്ഞ് കട്ടിങ്സ് മതി, അത് വെച്ചിട്ട് തന്നെ നമുക്ക് ഇത് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.